ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ശിപ്പിച്ച് നിനക്ക് എന്തുകൊണ്ട് നിന്റെ കൈ ഇതുവരെ ഉറച്ചില്ലേ? അവൻ എന്നെ ഓരോന്ന് കാണിച്ചത് മനുഷ്യൻ തെറിപ്പിക്കാനായിട്ട്. എന്താണ് ഒരു ബഹളം? ചായയൊക്കെ തട്ടി താഴെയിട്ടായി. അപ്പൊ ചായ ഇല്ല, നീ കഴിക്കാനെങ്കിൽ എന്നെ തരുമോന്ന് ചോദിച്ചു അവിടുത്തെ. ലഞ്ച് പാക്ക് ചെയ്തോ? ഞാൻ ഫുഡ് എടുത്ത് വെച്ച് മുട്ട പൊരിച്ചോണ്ടിരിക്കും. എന്തോ കരിയാണ്? അയ്യോ മുട്ട. നമുക്കെന്ന് വെച്ചാൽ ഹോട്ടലിൽ നിന്ന് വല്ലതും കഴിക്കാം, അല്ല ഇവിടെ വിശ്വസിച്ചുണ്ടെന്നല്ലേ പട്ടിണി കിടക്കേണ്ടി വരും. നീ ഇതുവരെ റെഡി ആയില്ലേ? അമ്മയോട് വെള്ളം ഫില്ല് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് വെച്ചില്ലല്ലേ? നീ ആ ബാഗ് എടുത്ത് നോക്കു വെച്ചേ. ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചു. ചുമ്മാ അടന്ന് ചാടണം. ആര്യേ, കൊച്ചുകാലത്ത് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? നിനക്കൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ചാൽ എന്താ? മനുഷ്യരുടെ മുഖത്ത് നോക്കി മര്യാദയ്ക്ക് സംസാരിക്കാൻ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടിട്ടില്ലല്ലോ. പിന്നെ അവൾ പറഞ്ഞത് കേട്ടാ ചേട്ടാ. നിന്റെ ജീവിതത്തിലെ ലേസിനെസ് കണ്ടല്ലേ അവള് വളർന്നത്. നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് നടക്കൂല എന്ന് നമുക്കറിയാം. ചക്ക ഇട്ടപ്പോ മൊയില് ചത്തു എന്ന് പറയും പോലെ നീ ഓൾറെഡി ചെയ്തു എന്ന് മോൾ എങ്ങനെ അറിയാനാ? നീ വേഗം വന്ന് കഴിക്കും. എനിക്കൊന്നും വേണ്ട ഈ യൂള ഫുഡ്. അച്ഛാ, കാശ് തരണം, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. ഓക്കെ. അച്ഛനെ ഒന്ന് കുളിച്ചിട്ട് വരാമേ. ആ, ഹായ്. ആ സുധാര, സാറേ ഞാനിവിടെ എത്തി കേട്ടോ. ഞാൻ ഒരു അരമണിക്കൂറിൽ വരാം, നീ ഇവിടെ നിൽക്ക്. ആര്യേ, 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 എവിടെ എവിടെ പോയി കിടക്കുന്നത്? ആര്യേ, ചെവിയും കേൾക്കില്ലല്ലോ, എവിടെ പോയി കിടക്കണമെന്നോ? നമുക്ക് നാളെ നോക്കിയാലോ? ആര്യേ, എത്ര നേരം കൊണ്ട് വിളിക്കണേ? നീ തുറക്കാൻ പോട്ടെ. സോറി അച്ഛൻ, ഞാൻ കുളിച്ചോണ്ടിരിക്കായിരുന്നു. നീ ആരോട് സംസാരിച്ചോണ്ടിരുന്നു? ഞാനൊരു പാട്ട് പാടിയതാ. പാട്ടും പാടി കുളിച്ചോണ്ടിരുന്നാലേ വെള്ളം കുറെ അങ്ങ് പോയി കിട്ടും. നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നല്ല വാട്ടർ ബില്ല് അടയ്ക്കണത്. ഒരു പാൻ ഷർട്ട് എടുത്ത് തേച്ചു, എനിക്ക് പുറത്തൊന്ന് പോകണം. അച്ഛൻ എപ്പോ വരും? എവിടെ പോന്നെ? ഇനി എല്ലാം നിന്റെ അടുത്ത് വിളമ്പിക്കൊണ്ടിരിക്കാം. നിന്റെ ചെലവിലല്ലേ ഞാൻ കഴിയുന്നത്. ആദ്യം പറഞ്ഞ കാര്യം അങ്ങ് ചെയ്യും. ആര്യ എങ്ങോട്ടാ? ചേച്ചി ഞാൻ ബാങ്കിലോട്ട്. ഞാൻ റേഷൻ കട നിന്നപ്പോ അച്ഛൻ ബാങ്കിലോട്ട് പോകുന്നു പറഞ്ഞായിരുന്നല്ലേ. എന്നാ നിങ്ങക്ക് ഒന്നിച്ചു പോക്കൂടായിരുന്നോ? അത് ചേച്ചി അച്ഛന് വേറെ ബാങ്കാ, എന്റെ വേറെ. ശരി ചേച്ചി, നമുക്ക് പിന്നെ കാണാം. നീ ഇന്നിവിടെ ഇല്ലായിരുന്നോ? ഞാനിവിടെ ഉണ്ടായിരുന്നു. വേറെ എവിടെ? അല്ല, എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു. വീട്ടിൽ ആളില്ലെന്ന് പറഞ്ഞ ഒരു നാളത്തേക്ക് റീസ്കെഡ്യൂൾ ചെയ്ത് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അവനാണ് ഉച്ചയ്ക്ക് വിളിച്ച സമയത്ത് ഞാൻ മീറ്റിംഗിലുമായിരുന്നു. അത് ഞാൻ ഇടയ്ക്ക് കടയിൽ പോയായിരുന്നു. ചിലപ്പോൾ അപ്പോഴായിരിക്കും വന്നത്. അച്ഛാ, സ്കൂൾ ആനുവൽ ഡേക്കുള്ള ഡ്രസ്സ് ഒന്ന് സെലക്ട് ചെയ്ത് തരുമോ? എവിടെ നോക്കട്ടെ?
നോക്കിയിട്ട് എന്തിനാ? അമ്മയ്ക്ക് അതിനുള്ള കളർ സെൻസ് ഒന്നും ഇല്ല. അച്ഛൻ നോക്കിയാൽ മതി. പാപ്പട്ടെ. ഇത് കൊള്ളാം അല്ലേ? അടിപൊളിയായിരിക്കും ഇത്. മക്കളെ എങ്ങോട്ട് കൊണ്ടുപോവാ? അപ്പോൾ ഒന്ന് നോക്കട്ടെ. ആ ഇത് കൊള്ളാമല്ലേ, എൻ്റെ മക്കളിട്ട അടിപൊളിയായിരിക്കും. അല്ലല്ലേ, അച്ഛന്റെ സെലക്ഷൻ എപ്പോഴും അടിപൊളിയല്ലേ? അങ്ങനെ എപ്പോഴും അടിപൊളിയാവാറില്ല മോളെ, ചിലപ്പോഴൊക്കെ പാളി പോവാറും ഉണ്ട്. ചേട്ടാ, നമ്മുടെ സ്ട്രീറ്റിന്റെ എൻഡില്ലേ അടുത്ത ആഴ്ച ഒരു കരാട്ടെ ക്ലാസ് തുടങ്ങുന്നു പറയുന്നു. നമുക്ക് മോളെ കൂടെ വിട്ടാലോ? കാരാട്ടൊന്നും ശരിയാവത്തൊന്നുമില്ല, അതൊക്കെല്ലാം പറ്റിയല്ലോ. അല്ല, ഇക്കാലത്ത് അതൊക്കെ പഠിക്കുന്നത് നല്ലതല്ലേ? നീ അച്ഛനോട് ആലോചന എന്താന്ന് വെച്ചാ ചെയ്. അച്ഛൻ ഈ മാത്സ് പ്രൊജക്ട് ഭയങ്കര പാട്, എങ്ങനെ സോൾവ് ചെയ്യുന്ന ഒരു പിടിയില്ല. ആണോ? സാരമില്ല, അച്ഛൻ ഒരു മാത്സ് ട്യൂഷൻ അറേഞ്ച് ചെയ്ത് തരാം. എന്ത് ഡൗട്ട് മോളെ? അമ്മ പറഞ്ഞുതരാം. അമ്മ വെറുതെ സമയം കളയാതെ പോയി, ഇത് മാത്സ് ആണ്. ആയിക്കോട്ടെ, അമ്മ ഒന്ന് നോക്കട്ടെ. എടി പോത്തെ, കൊച്ചിനെ വെറുതെ ആവശ്യമില്ലാതൊന്നും പഠിപ്പിച്ചു വെക്കല്ലേ. നിന്നെ കൊണ്ട് പറ്റുന്ന പണി നീ ചെയ്യും. കൊച്ചിന്റെ ഭാവിയുടെ കാര്യമാണ്, അതുകൊണ്ട് ഞാൻ മാത്സ് ട്യൂഷൻ അറേഞ്ച് ചെയ്തോളാം. എടി ഞാൻ നോക്കട്ടെ. അമ്മയുടെ അടുത്ത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അടുക്കളയിൽ വല്ല ജോലി ഉണ്ടെങ്കിൽ പോയി ചെയ്യും. മുട്ട പൊരിക്കും പോലെ ഈസി അല്ല ഇത്. എടി, നീ എത്ര നാൾ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കും? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നെ എൻ്റെ ഫീലിങ്സും മനസ്സിലാക്കുന്ന ആരും ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്താ? എടി, സുനിലും അച്ഛനും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ എന്താവും വല്ല പിടിയുണ്ടാ? എന്തായാലും ഇതുവരെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. എടി ഞാൻ വിളിക്കാമേ. ഇല്ല ഇല്ല ഇല്ല, ആ സെയിം ഡേറ്റ് നമുക്ക് വേണം. അതായിരിക്കും നമ്മൾ അടുത്ത കൊല്ലം മിക്കൊരു എക്സിക്യൂട്ടീവ് യൂസ് ചെയ്യുന്നത്. അത് ഒന്നിങ്ങി വരൂ. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം അങ്ങനെയാണെങ്കിൽ. നോക്കിയിട്ട് പറ. ശരി. എന്താ ചേച്ചി? സുനിൽ നിന്ന് പോണ്ടേ? മോളെ വിട്ടിട്ട് അതുവഴി അങ്ങ് പോവും. പിന്നെ ആര്യ എവിടെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ആര്യ? അതിനുള്ള ബുദ്ധിയൊന്നും നോക്കില്ല ചേച്ചി. പിന്നെ സുനിലേ, ഞാൻ പറയുന്നുണ്ടൊന്നും വിചാരിക്കരുത്. നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ആര്യ എന്നും എങ്ങോട്ടോ പോകുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്നലെ ഉണ്ടല്ലേ ശരിയാണ്. ആര്യേ ഇപ്പൊ വന്നിട്ട് പോയതേ? അത് ഡെലിവറി വരെ വന്നാ ചേച്ചി. അത് വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്ന വിനോദല്ലയോ അത്? ആ ചേച്ചി ഒരു ഡെലിവറി അറിയാതെ ആളുടെ ആയിപ്പോയി, അത് തരാൻ വന്നതാ. ശരി ചേച്ചി. സുനിലെ, ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. കുടുംബം കൈവിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എടി ഞാൻ ഇറങ്ങിയേ.
നീ ഇത്ര നേരം എവിടെ പോയിരുന്നടി? അത് ഞാൻ കടയിൽ സാധനം വാങ്ങാൻ പോയതാ. എന്നിട്ട് മേടിച്ച സാധനങ്ങളൊക്കെ എവിടെ? കട അടച്ചു. ഉടുപ്പില്ലാതെ കള്ളം പറയണടി. നീ എന്തിനായി വീട്ടിൽ പോയെ? അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയും, എനിക്ക് കാശിൻ്റെ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു, അതുണ്ടാക്കാനാണ് ഞാൻ പോയത്. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത്? ഞാനിവിടെ വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ടെ ഇവിടെ അടുത്തുള്ള ഒരു PSC കോച്ചിങ്ങിന് പൊക്കോട്ടെ. PSC? നീയാ? അവിടെ പോയിട്ട് എന്തോ ചെയ്യേ? ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഇനി അതിൻ്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ. നീ ഇതിൽ അച്ഛനോട് ചോദിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്തോ. കോച്ചിങ്ങിന് എന്നിട്ട് ആദ്യം നീ വീട്ടിലെ കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാൻ നോക്കി. നീ വീട്ടിൽ വന്നിട്ട് 10-12 വർഷമായില്ലേ? ഈ വീട് വൃത്തിക്ക് നോക്കാനുള്ള ബോധം പോലും നിനക്കില്ല. അപ്പോഴാണ് കോച്ചിങ്ങിനെന്ന് പറഞ്ഞ് കളയാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയും ഇല്ല. അച്ഛാ, പൈസ എൻ്റെ അച്ഛൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ നിന്റെ വീട്ടുകാരോട് എല്ലാം തീരുമാനിച്ചിട്ടാണ് ഇവിടെ ഒന്ന് ചോദിച്ചല്ലേ? നീ ഇവിടെ നിന്ന് എങ്ങും പോണില്ല. നിന്നിട്ട് തന്റെ ഷർട്ട് കഞ്ഞിപ്പശയിൽ മുക്കി വെക്കാൻ പറഞ്ഞിട്ട് ചെയ്താ? ഞാൻ അതിപ്പോ ചെയ്യാൻ അച്ഛാ. എന്നാ അതെങ്കിലും പോയി വൃത്തിക്ക് ചെയ്. മോളെ, നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അച്ഛന് ഒട്ടും വയ്യ, നിന്നെ കാണണമെന്ന് പറയുന്നു. കുറച്ച് ദിവസമെങ്കിലും ഇവിടെ വന്ന് നിൽക്കുക, അങ്ങേർക്കൊരു ആശ്വാസമാണ്. അമ്മ, എനിക്ക് വരാൻ താല്പര്യമില്ലാത്തോണ്ടാണോ? എന്നോട് സമ്മതിക്കണ്ടേ? അരസുനില്ല. അല്ല, നീ നിന്റെ വീട്ടിൽ പോയി നിന്നാ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? നീ ഇവിടെ ജോലിക്കാരെ വല്ലതും വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിന്നെ ഇവിടെ കെട്ടിച്ചോണ്ട് വന്നത് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവർക്കറിയാം. ഞാൻ സുനിലെടുത്ത് നിന്നെ ഇവിടെ വിടാൻ വിളിച്ച് പറയട്ടാ? അയ്യോ വേണ്ട അമ്മ, ഇതെങ്ങാനും ഞാൻ അമ്മയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാവും. പുള്ളി വിടില്ല, എനിക്ക് ഉറപ്പാ. അവിടെ വരും. അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിന് എല്ലാം കൂടി 10-15 ലക്ഷം രൂപയുടെ കടമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചു. എനിക്ക് വേറെ വഴിയില്ല മോളെ. നീ നിന്റെ കുടുംബം ഇവിടെ വിൽക്കാൻ വേണ്ടി ഒപ്പിട്ട് കൊടുത്താ? ആരോട് വെച്ചിട്ട്? ഇതൊക്കെ തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ആലോചിക്കണ്ടേ? അതച്ഛാ, എൻ്റെ അച്ഛന് ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് പൈസയായി. അപ്പോൾ അതിൻ്റെ കടം വീട്ടാൻ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. എനിക്കതൊന്നും കേൾക്കണ്ട. നീ ആരോട് ചോദിച്ചു ഒപ്പിട്ട് കൊടുത്ത്? അല്ലേശം നിന്റെ ഭർത്താവിൻ്റെ എന്തെങ്കിലും ചോദിച്ചാ? എടേ, ഭാവിയിൽ ഇവനും കൂടെ അവകാശപ്പെട്ട സ്വത്താണ് നീ ഇന്നലെ തള്ളയും കൂടെ വിറ്റ് തൊലച്ചത്. എൻ്റെ അമ്മയുടെ പേരിലുള്ള സ്വത്തല്ലേ വിറ്റത്? അതിന് ഞാൻ ആരെടുത്ത് അനുവാദം ചോദിക്കണം? അച്ഛനടുത്ത് എതിർത്ത് സംസാരിക്കുന്ന നിന്റെ തോന്നിയൊക്കെ നിന്റെ വീട്ടിൽ മതി, ഇവിടെ വേണ്ട. അതും ഇപ്പൊ ഇല്ലല്ലോ. ഇനി നിനക്ക് അല്പമെങ്കിലും ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇതെല്ലാം വിറ്റ് തൊലയ്ക്കുമായിരുന്ന.
ഒരു ഉപയോഗമില്ലാത്ത സാധനം. ഇവിടെ എല്ലാവരും എന്നോട് പെരുമാറുന്നു. എൻ്റെ മോക്ക് പോലും എന്നോടൊരു വിലയില്ല. മോളെല്ലാം കളഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. നിന്റെ അച്ഛൻ ഒരു കുറവും ഇല്ലാതെയാണ് നിന്നെ വളർത്തിയത്. ഇങ്ങനെ നരയിക്കാനല്ല. ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് നിനക്കൊരു ജോലി ആകണ മുമ്പ് ഈ നാറിക്ക് പിടിച്ച് കെട്ടിച്ചു കൊടുത്തതാണ്. ഇപ്പോഴും ഒന്നും വൈകിട്ടില്ല. നീ വീട് വരെ പഠിച്ചതല്ലേ. 5 പിള്ളേർക്ക് ട്യൂഷൻ എടുത്താൽ പോലും നിനക്ക് അന്തസ്സായിട്ട് ജീവിക്കാം. അത് നമുക്ക് നാളെ നോക്കിയാലോ? നിങ്ങൾ ഇതുവരെയുള്ള നോട്ട്സ് എഴുതിക്കോ, ഞാൻ ഇപ്പൊ വരാം. എത്ര നേരം കൊണ്ട് വിളിക്കണേ? നീ തുറക്കാൻ പോട്ടെ. സോറി അച്ഛൻ, കുളിച്ചോണ്ടിരിക്കായിരുന്നു. ആരാ? ഞാൻ ദക്ഷയുടെ ഫാദറാണ്. ട്യൂഷൻ ഫീസ് തരാൻ വേണ്ടി വന്നതാ. അയ്യോ, അത് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, ജീപ്പ് ചെയ്താൽ മതിയായിരുന്നു. അല്ല, എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ മോളുടെ സ്റ്റഡീസിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാമെന്ന് കയറിയതാണ്. അവൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ശരി. നീ ആരോട് ചോദിച്ചിട്ട് ട്യൂഷനൊക്കെ തുടങ്ങി? ഞാൻ ആരോടാ ചോദിക്കേണ്ടത്? നിങ്ങളോടോ അതോ നിങ്ങളെ അച്ഛനോടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിടുമായിരുന്നോ? നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നെങ്കിലും ഈ നിൽക്കുന്ന നിങ്ങളുടെ അച്ഛൻ വിടുമായിരുന്നോ? ഇത് എന്റെ വീടാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ കേൾക്കണം. ഇത്രയും നാൾ ഞാൻ കേട്ട്, ഇനി എനിക്ക് കേൾക്കാൻ സൗകര്യമില്ല. നാഴികയ്ക്ക് 40 തൊട്ട് നിങ്ങൾ പറയുമായിരുന്നല്ലോ എന്റെ വീട്ടുകാരെന്നെ വളർത്തി പാഴാക്കി കളഞ്ഞെന്ന്. ആരാരെയാണ് വളർത്തി പാഴാക്കി കളഞ്ഞെന്ന് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് പിള്ളേർക്ക് ട്യൂഷൻ എടുത്ത് കുറച്ച് പൈസ വന്നപ്പോഴേ അവിടെ സ്വഭാവം മാറിയാണ്ടാണ് സുനിലെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒന്നും ഒരു കാലത്തും ജോലിക്ക് വിടാൻ പാടില്ല. പിന്നെ എല്ലാ കാലവും നിങ്ങൾ പറയുന്ന കേട്ട് മാത്രം ഞാൻ ഇവിടെ ജീവിക്കണം? എന്റെ ഒച്ച ഒന്ന് വയ്യാതെ കിടന്നപ്പോ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും നിങ്ങൾ എന്നെ വിട്ടില്ല. ഇത്രയും കാലം ഈ ആട്ടും തുപ്പും കേട്ട് ഞാൻ ഇവിടെ നിന്നത് എന്റെ മോൾ ഓർത്ത് മാത്രമാണ്. നിങ്ങളെല്ലാം കണ്ട് അവളും എനിക്കിപ്പോ ഒരു വില തരാതെ. അല്ലെങ്കിൽ തന്നെ അവളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവള് ജനിച്ചപ്പോ തൊട്ട് നിങ്ങൾ രണ്ടുപേരും എന്നൊരു വേലക്കാരിയായിട്ട് ട്രീറ്റ് ചെയ്യുന്ന മാത്രമല്ലേ അവൾ കണ്ടിട്ടുള്ളൂ. ഒരു ഭർത്താവ് അവന്റെ ഭാര്യയ്ക്ക് വില കൊടുത്തില്ലെങ്കിൽ ആ വീട്ടിൽ ആരും അവൾക്ക് വില കൊടുക്കൂല. അതുകൊണ്ട് എന്റെ തീരുമാനങ്ങൾ ഇനി ഞാൻ എടുക്കും. അല്ല, നിങ്ങൾ അച്ഛൻ പറഞ്ഞിട്ട് തലയിട്ടാ എന്നെ കിട്ടൂല. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ നമുക്ക് വേറൊരു വീടെടുത്ത് മാറി താമസിക്കും. അല്ല, നിങ്ങൾ അച്ഛനെയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കാനാണെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. സ്വന്തമായൊരു ശബ്ദമോ തൻ്റെതായൊരു ഐഡന്റിറ്റിയോ ഇല്ലാതെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു അഭിപ്രായം പോലും പറയാൻ അവകാശമില്ലാതെ നീറുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റും. ഇത്തരം വീടുകളിൽ ആണുങ്ങൾ സ്ത്രീകളെ കാണുന്നത് തന്നെ അവരെ പരിചരിക്കാനും വീട്ടുജോലി ചെയ്യാനുള്ള ഒരു ഉപകരണമായിട്ടാണ്. അതുപോലെ ഒരു കുടുംബത്തിൽ സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവ് എന്ത് വില കൊടുക്കുമോ അത്ര മാത്രമേ മറ്റുള്ളവരും അവർക്ക് കൊടുക്കൂ. അതുകൊണ്ട് ഓരോ സ്ത്രീകളും സ്വന്തം സെൽഫ് റെസ്പെക്ട് കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളെ ആർക്കും എന്തും പറയാം, എങ്ങനെയും ചവിട്ടി തേക്കാം. അതൊക്കെ നിങ്ങൾ ഒരു അക്ഷരം മിണ്ടാതെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ അവസാനം അത് ആ കുടുംബത്തിൻ്റെ തന്നെ രീതിയായിട്ട് മാറും. ഒന്ന് ഓർക്കുക, കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ആരുടെ അടിമേൽ. ഇനി മക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇതെല്ലാം സഹിക്കുന്നതെങ്കിൽ അവർ കണ്ടു വളരേണ്ടത് ഇതൊന്നുമല്ല. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ അനുവാദങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾ എടുത്തു തുടങ്ങും. നിങ്ങൾക്കായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ വ്യക്തിത്വം നിങ്ങൾ തന്നെ തിരിച്ചു പിടിക്കും. നിങ്ങൾ വേസ്റ്റാണ്, ഒന്നിനും കൊള്ളില്ല എന്ന് ഭർത്താവും കുടുംബവും വർഷങ്ങളായിട്ട് നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച ആ ഫോൾസ് നെറേറ്റീവ് വിശ്വസിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും. കാരണം ഇത് നിങ്ങളുടെ ഒരേ ഒരു ജീവിതമാണ്. അത് ആരുടെ മുന്നിലും തല കുനിക്കാതെ തല ഉയർത്തി തന്നെ ജീവിക്കുക.
എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ജീവിതം നമുക്ക് 2 രീതിയിൽ ജീവിക്കാം. എല്ലാം എൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് നമുക്ക് കരഞ്ഞു തീർക്കും, അല്ലെങ്കിൽ ആ വിധിയെ തന്നെ നമുക്ക് മാറ്റിയത്. അത് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇത്തരം വീഡിയോസ് നിങ്ങളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു.